സാധാരണയായി താമര വിരിയാറുള്ളത് ചെളിക്കുളങ്ങളിലാണ്. തെളിഞ്ഞ വെള്ളത്തിൽ താമര വിരിയുന്ന ഒരു പതിവ് എവിടെയുമില്ല. ഇത്തവണ കേരളത്തിൽ താമര വിരിയിക്കാമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷനായി അടുത്തിടെ നിയമിതനായ രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും. എന്നാൽ പാർട്ടിയിൽ രാജീവ് ചന്ദ്രശേഖരനെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ. വ്യക്തിപരമായി പലരും രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ അത് വ്യക്തിപരമായി പറഞ്ഞ കാര്യമായതിനാൽ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നില്ല. എന്നാൽ ഒരു കാര്യം കൃത്യമായി പറയാം, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അങ്ങ് മലമറിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ എല്ലാവരോടും പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഒരു സംശയവും വേണ്ട, BJP വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സീറ്റിലും അവർ വിജയിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, നാണം കെട്ട തോൽവിയായിരിക്കും ഇത്തവണയും BJPക്ക് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. നാഴികയ്ക്ക് 40 വട്ടം 4 മുളം നീളമുള്ള നാക്കുമായി 4 കൂടിയ നാൽക്കവലകളിൽ മതവർഗീയതയുടെ വിഷവിത്ത് പാകുന്ന സംഘപരിവാറിനെ കേരളം അടുപ്പിക്കില്ല. കാരണം കേരളത്തിന്റെ മണ്ണ് മതേതരത്വത്തിന്റെ മണ്ണാണ്, കേരളത്തിന്റെ മണ്ണ് മതമൈത്രിയുടെ മണ്ണാണ്. കേരളത്തിന് ഒരു മഹത്തായ ചരിത്രമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. ജാതി ചോദിച്ചും മതം ചോദിച്ചും തോളിൽ കൈയിട്ട് കൂട്ടുകൂടുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഹൈന്ദവ മതവർഗീയയുടെ വിഷവിത്ത് തുപ്പുന്ന സംഘപരിവാറിനെയും BJPയെയും കേരളത്തിന്റെ 7 അയലത്ത് കേരളത്തിലെ വോട്ടർമാർ അടുപ്പിക്കാത്തത്. അപ്പോൾ ചോദിക്കും, 2016 O രാജഗോപാൽ ജയിച്ചില്ലെന്ന്. O രാജഗോപാൽ അന്ന് സഹതാപ വോട്ട് വാങ്ങി മാത്രമാണ് ജയിച്ചത് എന്നാണ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന, രാഷ്ട്രീയം അറിയുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തവണ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ BJPക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, രമേശ് പിഷാരടി എന്ന് പറയുന്ന രാഷ്ട്രീയ രംഗത്ത് അത്ര വലിയ പരിചിതനല്ലാത്ത ഒരു സിനിമാ താരത്തിനോട്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് അതിദയനീയ പരാജയമാണ് ശോഭാ സുരേന്ദ്രൻ ഏറ്റുവാങ്ങാൻ പോകുന്നത്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ ജയിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കാസർഗോഡ് നിലം തൊടാതെ BL അശ്വിനി പരാജയപ്പെടുമെന്ന കാര്യത്തിലും തർക്കമില്ല. നേമത്ത് കോൺഗ്രസിന് ജയിക്കാൻ കഴിയില്ലെങ്കിൽ അവിടെ ജയിക്കാൻ പോകുന്നത് CPM-ഉം V ശിവൻകുട്ടിയുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴക്കൂട്ടത്താണ് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. എങ്കിലും അവിടെ നേരിയ എഡ്ജ് ഇപ്പോഴും കടകംപള്ളി സുരേന്ദ്രൻ എന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് തന്നെയാണെന്നാണ് തിരുവനന്തപുരത്തു നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തുകൊണ്ട് സംഘപരിവാറിനെ മാറ്റി നിർത്തുന്നു കേരളത്തിലെ ജനങ്ങൾ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമുക്ക് പറയാൻ കഴിയുക, ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും, അത് സംഘപരിവാർ ആയാലും ശരി, SDP ആയാലും ശരി, ജമാഅത്തെ ഇസ്ലാമി ആയാലും ശരി, അവരെ അകറ്റി നിർത്തുന്ന പാരമ്പര്യമാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം. അതിനൊരു കാരണമുണ്ട്. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അയ്യങ്കാളിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ആലി മുസ്ലിയാരുടെയും എല്ലാം ജന്മം കൊണ്ടും പുണ്യപാദ സ്പർശം കൊണ്ടും പുളകിതമായ മണ്ണാണ് കേരളത്തിന്റെ മതേതര മണ്ണ്. ആ മതേതര മനസ്സിന്റെ അകത്തളങ്ങളിലേക്ക് വർഗീയതയുടെ വിഷവിത്ത് പാകി കടന്നു വരുന്നവർ ആരായാലും അവർക്ക് കേരള ജനത പിന്തുണ നൽകില്ല. അത് ന്യൂനപക്ഷ തീവ്രവാദമായാലും ശരി, ഭൂരിപക്ഷ തീവ്രവാദമായാലും ശരി, ഈ 2 മതഭീകരതയെയും ചെറുത്തു തോൽപ്പിക്കുന്ന പാരമ്പര്യമാണ് കേരളത്തിന്റെ പാരമ്പര്യം. കേരളത്തിന്റെ ആ പാരമ്പര്യം ഇല്ലാതാക്കാൻ ആരു തന്നെ ശ്രമിച്ചാലും അവർക്കെതിരെ ബാലറ്റിലൂടെയും അല്ലാതെയും പ്രതികരിക്കുന്നതാണ് കേരളത്തിന്റെ മതേതര മനസാക്ഷിയുടെ രീതി. നമുക്കറിയാം, സുപ്രഭാതം പാടുന്ന അമ്പലത്തിന് തൊട്ട് മുന്നിലെ പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ആ സുപ്രഭാതം ഓഫ് ചെയ്ത് ബാങ്ക് വിളിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നവരാണ് കേരളത്തിന്റെ മതേതര മൈത്രിയുടെ പ്രതീകമായി നിലകൊള്ളുന്നത്. നെഞ്ചത്ത് കുരിശ് വരയ്ക്കുന്നവരും, നെറ്റിയിൽ നിസ്കാരത്തഴമ്പുള്ളവരും, നെറ്റിയിൽ ചന്ദന പൊട്ടണിയുന്നവനും, ഒരമ്മ മറ്റ മക്കളെ പോലെ ജീവിക്കുന്ന കേരളത്തിനകത്ത് മതവർഗീയതയുടെ വിഷവിത്ത് പാകി ദക്ഷിണേന്ത്യയിൽ കർണാടകയ്ക്ക് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം കേരളത്തിൽ കൊണ്ടുവരാമെന്ന് BJP കരുതുന്നുണ്ടെങ്കിൽ അവർ ജീവിക്കുന്നത് വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല, വിഡ്ഢികളുടെ നരകത്തിലാണ്. കാരണം കേരളത്തിന്റെ മതേതര മനസാക്ഷി BJPയുടെ മതവർഗീയവാദത്തെ ഒരു കാലത്തും പ്രോത്സാഹിപ്പിക്കില്ല. സംഘപരിവാറിന്റെ മതവർഗീയത ആർത്തനാദവും അട്ടഹാസവുമായി കടന്നു വന്നാൽ അതിനെ പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും പ്രതികരണത്തിന്റെയും പടയണി കൊണ്ട് തീർക്കാൻ കേരളത്തിന്റെ മതേതര മനസാക്ഷി ഒന്നിച്ചുണ്ടാകുമെന്നാണ് മുൻകാല ചരിത്രം കേരളത്തെ കാണിച്ചത്. ആ ചരിത്രം വീണ്ടും 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 കേരളത്തിൽ ആവർത്തിക്കപ്പെടും. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് ഒരു സീറ്റും ലഭിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താമര വിരിയുക തെളിഞ്ഞ വള്ളത്തിലല്ല, ചെളിക്കുണ്ടിൽ തന്നെയാണ്. തൽക്കാലം ആ ചെളിക്കുണ്ടിൽ മുങ്ങാൻ സാക്ഷര സമ്പന്നരായ കേരളം തയ്യാറല്ല എന്ന് May 4 വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.